കേന്ദ്രമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമായിട്ട് ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട്. കല്യാശ്ശേരി പോയി ശാരദ ടീച്ചറെയൊക്കെ കണ്ടു. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ രണ്ട് നല്ല വകുപ്പുകളാണ്, പെട്രോളിയം, ടൂറിസം. രണ്ടിനും കേരളത്തിൽ അനന്ത സാധ്യതയുണ്ട്. പെട്ടെന്ന് പെട്രോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ ഓർക്കും, നമ്മളാണ് ABC മലയാളമാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കൊല്ലം തീരത്ത് എണ്ണ കണ്ടെത്തി, അതിനൊരു ബ്രിട്ടീഷ് കമ്പനിക്ക് വലിയ 1200 കോടിയുടെ മറ്റൊരു കരാർ കൊടുത്തു എന്നുള്ളൊക്കെ വാർത്ത ഫസ്റ്റ് മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മളാണ്. അപ്പോൾ കേരളത്തിൽ എണ്ണ പരിവേഷണത്തിനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നു. കേരളത്തിൽ നിന്ന് പെട്രോളിയം മന്ത്രി വരുന്നു. വെറുതെ ആയിരിക്കില്ല പെട്രോളിയം വകുപ്പ് സുരേഷ് ഗോപിക്ക് കൊടുത്തത്. അപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരാൾ രാവിലെ തന്നെ വിളിച്ച് സുരേഷിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പെട്രോളിയം, ഇവിടെ എന്ത് പെട്രോള് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, സുരേഷ് ഗോപിയുടെ നാട്ടിൽ തന്നെ കൊല്ലത്ത് പെട്രോള് കടലിൽ നിന്ന് 21 നോട്ടിക്കൽ മൈൽ അകലെ മറ്റാണ്. അത് മറ്റേ സോണാർ സംഗതികളൊക്കെ വെച്ചിട്ട് കടലിന്റെ അടിയിൽ നിന്ന് ഉള്ള ഈ തരംഗങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഈ എണ്ണ കണ്ടെത്തി അതിന്റെ ഡ്രില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ബ്രിട്ടീഷ് കമ്പനിക്ക് കരാർ കൊടുത്തിരിക്കുന്നത്. അതെ, ഡോൾഫിൻ എന്ന് പറഞ്ഞ ONGC കരാർ കൊടുത്തിരിക്കുന്നത്. കരാർ കൊടുത്തിരിക്കുന്നത് അത് 2 എണ്ണക്കിണറുകൾ കുഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ അതെ. അപ്പോൾ എണ്ണ ഉണ്ട്, കൺഫേംഡ് ആണ്, കുഴിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് തുടങ്ങാൻ പോകുന്നത്. അതെ അതെ. ആന്ധ്രയിലെ അമലാപുരത്തൊക്കെ ഇപ്പൊ നമ്മൾ പെട്രോള് കുഴിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ കുഴിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ആളുകൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവിടെ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായിട്ട് കുറെ പെട്രോൾ കത്തിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു 4 കൊല്ലം മുമ്പ് അമലാപുരത്ത്. ഈ ജാംനഗറിലുള്ള റിഫൈനറി മറ്റേ റിലയൻസിൻ്റെതായതുകൊണ്ടൊക്കെയാണ് ജാംനഗറിലുണ്ട് എന്നൊക്കെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ കൊങ്കൺ തീരത്ത് ആന്ധ്രയിൽ കൊല്ലത്ത് ഈ കൊല്ലം ആണ് ഈ ഡ്രില്ലിങ് തുടങ്ങേണ്ടത്. ഈ പരിപാടി അനുസരിച്ചിട്ട് പദ്ധതിയൊക്കെ അങ്ങനെയാണ്. അത് ഈ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അവരാണ് ആദ്യം ഇത് ചെയ്തിരുന്നത്. ഈ സംഗതി ഉണ്ടോ എന്നൊക്കെ നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഡോൾഫിൻ അവർക്ക് 1287 കോടി രൂപയ്ക്കാണ് ഈ കരാർ ഉറപ്പിച്ചിരിക്കുന്നത്. കേരള സർക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ഇത് നടന്നു പോകുന്നു. ഫോണല്ല, പെട്രോളും അല്ല. അതെ, കാരണം കേന്ദ്രത്തിന്റെ കയ്യിൽ ഇതിനൊക്കെയുള്ള പൈസ ഉണ്ടല്ലോ, പൈസയുണ്ട്, പദ്ധതിയുണ്ട്. നമ്മൾ മറ്റേ റഷ്യൻ ഓയിലിൽ നിന്ന് തന്നെ കുറെ പൈസ പിന്നെ അപ്പൊ അമരാവതിയിൽ 55,000 കോടിക്ക് തലസ്ഥാനവും പണിയാം, ഇവിടെ ഇത് ഡ്രില്ലും ചെയ്യാം. 48 കിലോമീറ്റർ കൊല്ലം തീരത്ത് നിന്ന് മാറിയിട്ട്, അത് കിലോമീറ്റർ കണക്കിൽ അങ്ങനെയാണ്. അതാണ് 21 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. 48 കിലോമീറ്റർ ഓഫ് ആണ്. 6000 മീറ്റർ ആഴത്തിലാണ്. 6 കിലോമീറ്റർ ആഴത്തിൽ 6000 മീറ്ററിൽ 6 കിലോമീറ്റർ. അതെ, കുഴിക്കുന്നത് എണ്ണക്കിണറുകൾ. അപ്പോൾ അന്ന് നമ്മൾ ഈ കരാറിൻ്റെ അകത്ത് അതിൻ്റെ യാർഡുകൾ, പിന്നെ ഈ വെസൽസില്ലേ, കപ്പലൊക്കെ മറ്റേ അവയ്ക്കൊക്കെ ഈ റീഫ്യൂവലിംഗ് ഫെസിലിറ്റീസ് ഇതൊക്കെ തീരത്താണല്ലോ. ബർത്തൊക്കെ ഉണ്ടാവണം. ബർത്ത്, പ്ലാന്റ്, തുറമുഖമൊക്കെ സജീവമാകും. അതെ, പോർട്ടിനോട് ചേർന്നിട്ടാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പോർട്ടിന്റെ ആ സ്ഥലമാണ് തൽക്കാലം എടുത്തിട്ട് അവിടെയാണ് റീഫ്യൂവലിംഗ് ഫെസിലിറ്റി, ഇന്ധനം നിറയ്ക്കാനും ഒക്കെ ഉള്ള വെസൽസ്. അപ്പോൾ അത് വളരെ ചലനാത്മകമാകുന്ന വർഷമാണ്. ഭാഗ്യമാണ് സുരേഷിന്. അതെ അതെ അതെ. ഭയങ്കരമായി ആ പോർട്ടും കൊല്ലവും ഇത് ഒരുപാട് പേർക്ക് ഈ അനുബന്ധ വ്യവസായങ്ങൾ വരുന്നത്, തൊഴിൽ വരുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സുവർണ കാലഘട്ടമാണ് കൊല്ലത്തിനെ സംബന്ധിച്ച്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, തമാശയാണ്, എന്നാലും ഇത് അവിടെ ചെയ്യുമ്പോൾ നോക്കുകൂലി ചോദിക്കുമോ? കൊല്ലമാണ് സ്ഥലം. അത് BJPയും RSSും ഒക്കെ കൈകാര്യം ചെയ്തോളുമായിരിക്കും. പക്ഷെ ഇപ്പോൾ അതിനുള്ള ഒരു ശേഷിയൊന്നുമില്ല. നടുവൊടിഞ്ഞ് കിടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴ, കുട്ടനാട്, കായംകുളം കണ്ടില്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതൊക്കെ, ഹരിപ്പാട്, കണ്ണൂർ മൊത്തം. ആർനാസർ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് സംസാരിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടി എന്നാലും പറയില്ല, മുസ്ലിം എന്ന് പറയത്തില്ല, ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷിച്ച് കിട്ടിയില്ല, ഉള്ളത് കിട്ടിയതുമില്ല, ഉള്ളത് പോവുകയും ചെയ്തു. ഇവിടെയുള്ള പാഴ്സികളുടെയും സിഖുകളുടെയും ജൈനന്മാരുടെയും ന്യൂനപക്ഷങ്ങൾ
പറഞ്ഞിട്ടുണ്ട്. ജി സുധാകരൻ മോദി ശക്തനായ നേതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിൽ. മറ്റൊന്നുകൂടി പറഞ്ഞു, 1000 സിംഹങ്ങളെ ഒരു കഴുത നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശക്തനായ നേതാവാണ്, അഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട്. ഒറ്റ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായില്ല. മാത്രമല്ല ഇപ്പോൾ ജി സുധാകരൻ ഉണ്ടായിരുന്നത് കൊണ്ട് പിണറായി 1 അത് നല്ല മന്ത്രിസഭയായിരുന്നു എന്നും പറഞ്ഞു. അതെ അതെ. രണ്ടാമത്തെ സമ്പൂർണ്ണ കുഴപ്പവും വഷളുമാണ്. അല്ല, ജി സുധാകരൻ ഭേദപ്പെട്ട മന്ത്രിയായിരുന്നു. അതായിരുന്നു അദ്ദേഹം ശാസിച്ച ഭേദപ്പെട്ട മനുഷ്യനുമായിരുന്നു. മറ്റേ കോഴയൊന്നും മേടിക്കില്ല. പിന്നെ ഭാര്യ എന്താണാവോ രാമായണം വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് പുരാണ പാരായണം ക്ഷേത്രങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. അതിൻ്റെ നന്മയും പുണ്യവും ഒക്കെ സുധാകരന് കിട്ടുന്നത് കൊണ്ടായിരിക്കും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കേണ്ടി വന്നത്. കാരണം ആ പാർട്ടിയിൽ ഇനി ആലപ്പുഴയിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, വല്ല കാര്യമുണ്ടോ? അങ്ങനെ അദ്ദേഹത്തിനൊരു നല്ല കാലമാണ് ഈ കൊല്ലത്ത്. ഈ ഡ്രില്ലിംഗ് ഒക്കെ നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും സുരേഷിൻ്റെ കാലത്ത് ഇക്കൊല്ലം തന്നെ വരികയാണല്ലോ. പിന്നെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഈ വകുപ്പുകളുടെ ഒരു കാര്യം, അതിന് ക്യാബിനറ്റ് മിനിസ്റ്റർ വേറെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പൂർത്തിയാക്കാനുള്ള ചിത്രങ്ങൾ ഒറ്റക്കൊമ്പൻ എന്നാണ് അതൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്നത് ഒന്ന് നമ്മുടെ കഥകളിയാണ്, രണ്ടാമത് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഏതോ ഒരു പരസ്യ കമ്പനി ഇട്ട ക്യാച്ച് വേർഡാണ്. എന്നാൽ പോലും അതിപ്പോൾ ലിറ്ററലി അത് നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ മേഖലയിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങളുടെ കാര്യം, പാരാഗ്ലൈഡിങ്, ഇങ്ങനെ ഒരാളുടെ ഫോട്ടോ ഇട്ടുകൊണ്ട് റിയാസ് ടൂറിസം മന്ത്രി കൂടിയാണല്ലോ, ഒരു പോസ്റ്റ് ഇട്ട് അയാൾ ഉടനെ പറഞ്ഞു, എടാ മോനെ ഞാനിവിടെ ഒന്നുമില്ല, ഞാൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വേറെ ഏതോ വിദേശത്താണെന്ന് പറഞ്ഞ് അയാളുടെ മറുപടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് ആളുകൾ സ്വമേധയാ വരുന്നു, ഇവിടെ വരുന്നവരെ ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരാൻ പദ്ധതികളില്ല, വരുന്നവർക്ക് അവർക്ക് വേണ്ടത്ര ഫെസിലിറ്റി കൊടുക്കാനുള്ള സംവിധാനമില്ല, ഉള്ള ടൂറിസം കേന്ദ്രങ്ങളെ മാർക്കറ്റ് ചെയ്തില്ല. തൃശ്ശൂർ പൂരം ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യുന്നതാണ്. ഇവിടെ പൂരം കലക്കുകയാണ് സർക്കാർ. ഈ സുരേഷ് ഗോപി ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് മറ്റേ തൃശ്ശൂർ പൂരത്തിന് വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞു. അതെ അതെ, ടൂറിസം മന്ത്രി എന്ന നിലയിൽ പൂരം ഇനി കലങ്ങാതിരിക്കാനുള്ള നടപടികൾ എടുക്കാൻ പറ്റും. പിന്നെ കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി അല്ല തിരുവനന്തപുരം വരെ പാറശാല വരെയുള്ള മേഖലകളിൽ ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാവുന്ന എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്. കാരണം നമുക്ക് ഈ 44 പുഴയുണ്ടല്ലോ, ഈ ജലം ഗതാഗതം എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. മുമ്പൊക്കെ ആളുകൾ അങ്ങനെ സഞ്ചരിച്ചിട്ടൊക്കെ ഉണ്ടാവും. അല്ല, മുമ്പ് പറഞ്ഞു കേട്ടിരുന്നു കേരള ടൂറിസം വകുപ്പ് കുറച്ച് ഹോവർ ക്രാഫ്റ്റുകൾ വാങ്ങുമെന്ന്. ഇതുവരെ വന്നിട്ടില്ല. നായനാരുടെ കാലത്ത് നായനാർ എന്നോട് ഹോവർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ആദ്യമായിട്ട് ഇത് കേൾക്കുന്നത്. അതെ അതെ, അങ്ങനെ വിദേശത്ത് എവിടെ ഇത് കണ്ടു എന്നോ മറ്റോ പറഞ്ഞു. ഓസ്ട്രേലിയയിലോ കരയിലും വെള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനമാണ്. അതെ, അത് ഒരു എയർബഡ് ഉണ്ടാക്കി ഒരു 2-3 അടി ഉയരത്തിൽ സഞ്ചരിക്കും. അപ്പോൾ അത്തരം വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ സീ പ്ലെയിൻ്റെ ഒരു പദ്ധതി വന്നിരുന്നു. സീ പ്ലെയിൻ വന്നാൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞ് എതിർപ്പൊക്കെ വന്നു. അതെ, ഓവർ ക്രാഫ്റ്റിന് ഈ പ്രശ്നമില്ല. വലയുണ്ടെങ്കിൽ പോലും അതൊരു എയർ കുഷൻ ഉണ്ടാക്കി അതിൻ്റെ മീതെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കായലുകൾ, നമ്മുടെ പുഴകൾ ഇതെല്ലാം നന്നായി കൂടുതൽ സഞ്ചരിക്കാനും വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയുന്ന ഒരു കോസ്റ്റൽ ടൂറിസം. ഏതാണ്ട് 590 കിലോമീറ്റർ ആണല്ലോ നമ്മുടെ തീരം എന്ന് പറയുന്നത്. ഈ കേരളം ഒരു ചെറിയ 3864 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളും അനുഭവങ്ങളും സാംസ്കാരിക ഇടങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ഫലപ്രദമായി മാർക്കറ്റ് ചെയ്ത് ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കാൻ കേരള സർക്കാരിന് ഈ സർക്കാരിനല്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പേരിൽ കുറേ പുട്ടടിയല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ചെയ്യാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സർക്കാരിന് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലും നല്ലത് കേന്ദ്രത്തിന്റെ അതാണ് നമുക്ക് അറിയേണ്ടത്. ആഭിമുഖ്യത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മരുമകന് കാശ് കൊടുത്തിട്ടുള്ള ടൂറിസം വികസനം സുരേഷ് ഗോപി ചെയ്യരുത്. അതെ, അത് ചെയ്യാതെ ഈ നമ്മൾ ഈ പറയുന്ന പോലെ പിൽഗ്രിം ടൂറിസം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ബീഹാറിൽ ശബരിമല, ആറ്റുകാല്, അങ്ങനെയുള്ള നമ്മുടെ വലിയ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ, അതായത് ഈ മറ്റേ ചതുർധാം എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യുന്ന പോലെ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ സർക്യൂട്ടിൽ സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളെ കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിൽ അത്തരം പ്രോജക്റ്റുകളെ സുരേഷ് ഗോപിക്ക്
ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ പൈസ കൊടുത്തിട്ട് ഇപ്പോൾ ബേക്കലിന് പൈസ കൊടുക്കുക. 2023 ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ലിസ്റ്റ് ഇഷ്ടം പോലെ പറയാം. തേക്കടി ക്രിയേറ്റീവ് വില്ലേജ്, മൂന്നാർ മാട്ടുപ്പെട്ടി റെയില്, ഇങ്ങനെ വാഗമൺ പാർക്ക്, ബേക്കൽ വില്ലേജ്, ബേക്കൽ എയർ സ്ട്രിപ്പ്, ഇങ്ങനെ കബനി, തിരുനെല്ലി, ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഓരോ പദ്ധതി ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടതാണല്ലോ. മറ്റേത് പിൽഗ്രിം ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ചെയ്യാവുന്ന, ശരിക്കും നന്നായിട്ട് ചെയ്യാവുന്നതും കേരളത്തിലെ മാർക്കറ്റ് ചെയ്യാവുന്ന ഒരാണ് ശങ്കരാചാര്യരുടെ പാത. കാലടി മുതൽ കശ്മീർ വരെ അദ്ദേഹം സർവജ്ഞ പീഠം കയറിയ ആ സ്ഥലം വരെ അദ്ദേഹം സഞ്ചരിക്കുന്ന പാതയുണ്ടല്ലോ. അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പരകായ പ്രവേശവും സാധ്യമായിരുന്ന ഒരാളാണ്, സിദ്ധികളുള്ള ആളാണ്. അദ്ദേഹം നടന്നു പോയിട്ടാണ് ഈ മൂകാംബിക വഴിയൊക്കെ പോയതായിട്ടും പല സ്ഥലത്ത് വെച്ച് ചില രാക്ഷസന്മാരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ടും ഗുരുവിന്റെ കാലം മുതൽ തന്നെ അങ്ങനെ ചെയ്യുന്നതായിട്ടും. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഐതിഹ്യമുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലത്തിൽ മേൽക്കൂരയിൽ ഒരു ഹോള് പോലെയുണ്ട്, മറയില്ലാത്തത്. ശങ്കരൻ ആകാശത്തൂടെ പോയപ്പോൾ ഗുരുവായൂരപ്പനെ വണങ്ങിയില്ലെന്നും ഗുരുവായൂരപ്പൻ വലിച്ച് താഴത്തിട്ടതാണെന്നും അതിലേ പറയുന്നത്. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അതുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂര്, തൃശ്ശൂര് ഈ പറഞ്ഞ പോലെ ആദിശങ്കരന്റെ സമാധിയുള്ള സ്ഥലമാണ്. സമാധി പോലെ ഒരു സ്ട്രക്ചർ അവിടെ കാണുന്നു. അതെ അതെ. അമ്മയുടെ ഇവിടെയും. അപ്പോൾ അങ്ങനെ പിന്നെ മാഹിഷ്മതി, കുമാരില ഭട്ടൻ എന്നെ തോൽപ്പിച്ച ശേഷം ഭാര്യ ഉഭയഭാരതിയെ തോൽപ്പിക്കുന്നു. അപ്പോൾ മധ്യപ്രദേശ്, ഇങ്ങനെ അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ലല്ലോ. അപ്പോൾ ശ്രീശങ്കരാസ് പിൽഗ്രിം പാത്ത് റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ശ്രീശങ്കര സർക്യൂട്ട് ഉണ്ടാക്കാം. ശ്രീനാരായണ സർക്യൂട്ടും ഉണ്ടാക്കാം. ശ്രീനാരായണ സർക്യൂട്ടും ഉണ്ടാക്കാം. ഇവിടെ കുദ്രോളി വരെ പോയിട്ടുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരു ആകെ പോയിട്ടുള്ള വിദേശ രാജ്യം എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ്. ശ്രീലങ്കയായിട്ട് കണക്ട് ചെയ്ത് കുദ്രോളി വരെ നിൽക്കുന്ന ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള അദ്ദേഹം രമണ മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു ശ്രീനാരായണന്റെ ഒരു സഞ്ചാരപഥം. അതെ, അങ്ങനത്തെ പിൽഗ്രിം സാധനങ്ങൾ ശ്രീനാരായണൻ, ശ്രീനാരായണ ഗുരു, അങ്ങനെ അല്ല ഈ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം വേണമെങ്കിൽ വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രം ഉണ്ടല്ലോ, അത് പരിഗണിക്കാം. അത് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടുന്ന് സെയിൻറ്റ് പദവിയിലേക്ക് ഉയർത്തിയ ചാവറ കുര്യാക്കോസ് അൽഫോൺസാമയുണ്ട്. അതും ഒരു ടൂറിസത്തിൽ കൂടെ ഉൾപ്പെടുത്തി നമുക്ക് മാർക്കറ്റ് ചെയ്യാവുന്ന ഒരു സെന്ററിലാക്കി മാറ്റിയെടുക്കാം. സത്യത്തിൽ കാനാത്തൊമ്മൻ ഇവിടെ വന്നു എന്ന ഐതിഹ്യം ഉണ്ടല്ലോ. അതെ, ഇവിടെ രാമപുരം ഭാഗത്തൊക്കെ ജ്ഞാനായക്കാരും ഒക്കെ ധാരാളം ഇല്ലേ. അങ്ങനത്തെ വിദേശത്തേക്കുള്ള കൂനൻ കുരിശ്, ഉദയംപേരൂർ സുന്നകദോസ്, അങ്ങനെ മുസ്ലിങ്ങളുടേത് വേണമെങ്കിൽ ചേരമാൻ പള്ളി, ഇന്ത്യയിലെ ആദ്യമായി മുസ്ലിങ്ങൾ വന്ന സ്ഥലം. പിന്നെ ഈ മാലിക് ദിനാർ, പിന്നെ നമ്മുടെ സിനഗോഗുകൾ, ഇങ്ങനെ കേരളത്തിൽ പിന്നെ പള്ളിപ്പുറം കോട്ടയുണ്ടല്ലോ, യൂറോപ്യൻസ് കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയ കോട്ട വൈപ്പിനിലെ, ഇങ്ങനെ അതൊക്കെ വിസ്മൃതിയിലാണ്ടുപോയ കേന്ദ്രങ്ങളാണ്. അത് ജൂതന്മാരുടേത് എല്ലാം വെച്ചിട്ട് സാധനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കേരളത്തിലെ ഓരോ പ്രോജക്റ്റിന് അതിവിടുന്ന് നിവേദനമായിട്ട് മുഹമ്മദ് റിയാസ് ചെല്ലുമ്പോൾ ഇപ്പൊ തന്നെ പോയിട്ടുണ്ടാവും. ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയാമെന്നല്ലാതെ മറ്റത് എന്താന്ന് വെച്ചാൽ കേന്ദ്ര പദ്ധതികളുമായിട്ട് ബന്ധിപ്പിച്ച് ഇവിടെയുള്ള സ്ട്രക്ചേഴ്സിനെ, അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി കാശ് കൊടുക്കും, മരുമോൻ ഫ്ലക്സ് വെക്കും, അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ. അപ്പം ഇങ്ങനത്തെ ചില മാർക്കറ്റിംഗ്, മറ്റേ ശങ്കരൻ അങ്ങനത്തെ. അപ്പോൾ സുരേഷ് ഗോപി കേരളത്തിൻ്റെ മന്ത്രിയാവുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ, പെട്രോളിയം വകുപ്പ് മാത്രം. പെട്രോളിയത്തിന് തീർന്നില്ല, നമ്മുടെ LNG ടെർമിനൽ, അതിനും ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ വീടുകളിൽ ഗ്യാസ് എത്തിക്കുന്ന പദ്ധതി, ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോൾ കളമശ്ശേരിയിലെ കുറേ വീടുകളിൽ തൃക്കാക്കര ഭാഗത്ത് കിട്ടിയതല്ലാണ്ട് എറണാകുളത്ത് ജില്ലയിൽ പോലും എത്തിയിട്ടില്ല. ഇത് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാവുന്നൊരു പദ്ധതിയാണ്. അപ്പോൾ ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ പണി പുനരാരംഭിക്കാൻ പറ്റും, തുടരാൻ പറ്റും, ഊർജിതപ്പെടുത്താൻ പറ്റും. അങ്ങനെ കേരളത്തിൽ സമഗ്രമായി പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്ന 2 വകുപ്പുകളാണ് സുരേഷ് ഗോപി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അദ്ദേഹം ഉയർന്നു പ്രവർത്തിക്കുകയും കേരളത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സുരേഷ് ഗോപി എന്ന മന്ത്രിക്ക് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ട്രെയിനും ആകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബുദ്ധിസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്യുന്നത്, അതിൽ ഉത്തർപ്രദേശിലെ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് ട്രെയിൻ എന്ന് തന്നെയാണ് പേര്. ബീഹാറിലും അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ട്. ഇവിടെയും അതുപോലെ കരുമാടിക്കുട്ടനെ ഓർത്തിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ എന്തെങ്കിലും ഒരു
ടൂറിസം സർക്യൂട്ട് ട്രെയിൻ കേരള കണക്ട് ചെയ്യുന്നത്. ഈ വടക്ക് നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും ഈ കാലടി ഇങ്ങനത്തെ പോലെ ശബരിമല ഒരു മറ്റേ ട്രെയിനിന് വേണ്ടിയൊക്കെ പുള്ളി 2 വകുപ്പ് മാത്രം നോക്കിയാൽ പോരല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ അല്ല, സുരേഷ് ഗോപിക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു റെഫറൻസ് ആയിട്ട്. ഇപ്പോൾ പെട്ടെന്ന് ഓർത്താണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമല. ഐതിഹ്യമാലയിൽ കേരളത്തിൽ ഈ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് കഥകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഫോറിനേഴ്സിനും വിദേശത്തൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ വേണമെങ്കിൽ അതവിടെ കുറേ അതുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങളൊക്കെ പുനരാവിഷ്കരിക്കലൊക്കെ നടത്തി. ഇപ്പോൾ കടമറ്റത്ത് കത്തന ഐതിഹ്യമാലയിലെ കഥയാണ്. അങ്ങനത്തൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ചില മാന്ത്രികരുടെ കഥകളുണ്ട്. അതുപോലെ ഈ ഐതിഹ്യമാലയുടെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ പരമാവധി എറണാകുളം വരെ. എറണാകുളത്ത് ഇപ്പോൾ കടമറ്റത്തൊക്കെ വന്നിട്ടുണ്ട്, ചിറ്റൂർ അമ്പലം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മലബാറിൽ ഈ പറഞ്ഞ പോലെ വാരിയേഴ്സിൻ്റെ ചേകവന്മാരുടെയും കുറുപ്പന്മാരുടെയും പോരാട്ടങ്ങളുണ്ട്. ആരോമൽ ചേകവരും തച്ചോളി കുറുപ്പും ഒക്കെയുള്ള ഇങ്ങനെ ഒരു വലിയൊരു ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ ഒരു വിഹാര ഭൂമി കൂടിയാണ് മലബാറിലേക്ക് പോകുമ്പോൾ. ഇവിടെ പിന്നെ തെയ്യങ്ങൾ. അപ്പം ഈ ഐതിഹ്യമാലയിൽ പറയാത്ത അതിനേക്കാൾ വെല്ലുന്ന ഒരുപാട് കഥകളുടെ ഒരു കേദാരഭൂമിയാണ് മലബാർ. അപ്പോൾ അവിടെയൊക്കെ അതൊക്കെ പുതിയ ഒരു എക്സ്പ്ലോർ ചെയ്യാവുന്ന പുതിയ കാര്യങ്ങളാണ്. നമ്മളീ പറഞ്ഞ ട്രെയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സർക്യൂട്ട് ടൂറിസത്തിൻ്റെ ആളുകൾക്ക് ട്രെയിനിൽ തന്നെ വന്ന് കണ്ടുപോകാവുന്ന വിധത്തിൽ വലിയ പൈസ ഒന്നുമില്ലാത്ത വിധത്തിൽ. തിരുനാവായിലെ മാമാങ്കം വേണം. ഇവിടെ മുമ്പ് സർക്കാർ ഒരിക്കൽ കേരള സർക്കാർ ബേബിയുടെ കാലത്ത് നടന്നു തോന്നുന്നു മാമാങ്കം പുനരാവിഷ്കരിക്കുന്ന ഒരു പരിപാടി നടന്നിരുന്നു. പിന്നീട് നടന്നില്ല. മാമാങ്കം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാം, വലിയൊരു ആഘോഷം പോലെ. കേരളത്തിൻ്റെ വലിയൊരു ആഘോഷമായിരുന്നല്ലോ. അതിൻ്റെ യുദ്ധം ഒന്നും വേണ്ട, അത് രാഷ്ട്രീയക്കാർ ചെയ്തോളും, മണിക്കിണറിൽ വെട്ടിയിടുന്നതൊക്കെ. പക്ഷേ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. മലബാറിലൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, വിൽക്കാൻ പറ്റുന്ന കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട്. ഇതും കൂടിയൊക്കെ സുരേഷ് ഗോപി നോക്കിയിട്ട് തനതായ പദ്ധതികൾ ഉണ്ടാക്കുന്നതായിരിക്കും കേന്ദ്ര പദ്ധതികളിലേക്ക് ഇണക്കുന്ന. അതെ അതെ, അല്ല ഇവിടത്തെ പരിപാടിക്ക് ഫെസിലിറ്റി ഉണ്ടാക്കുന്ന പരിപാടിയായിട്ട് സുരേഷ് ഗോപി മാറിയാൽ അത് അതിദയനീയമായിരിക്കും. സുരേഷ് ഗോപിയുടെ പേര് ചീത്തയാവും, ഇവരുടെ ഫ്ലക്സ് വെക്കും എന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവും. പിന്നെ ഇവിടെ നിന്നുള്ള ഈ സംഗതികളുണ്ടല്ലോ, നൃത്തരൂപങ്ങൾ, ഇങ്ങനെ സംഗതി, ഇതൊക്കെ പല സ്ഥലത്തും ഷോക്കേസ് ചെയ്യാൻ പറ്റും ഇന്റർനാഷണലി. ഇതുവരെ ഷോക്കേസ് ചെയ്യാത്ത നൃത്തരൂപങ്ങളോ ഈ ചാക്യാർ കൂത്ത് അങ്ങനത്തെ സംഗതികളൊക്കെ. അല്ല, ഞാൻ റെഡി പറയട്ടെ, കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ യക്ഷഗാനമൊക്കെ പലയിടത്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്ഷേത്രത്തിൽ ഹരികഥ, വില്ലടിച്ച പാട്ട്, പുള്ളുവൻ പാട്ട്, മയിൽപ്പീലി തൂക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേരളത്തിൽ തന്നെ ചില പ്രാദേശികമായിട്ടുള്ള ഒരുപാട് പ്രാദേശികമായിട്ടുള്ള നല്ല ചില ക്ഷേത്രകലകളുണ്ട്. ഇതെല്ലാം കൂടെ കുടുംബത്തിന് മാത്രം. അതെ, ഇതെല്ലാം കൂടെ ഒന്നെടുത്തിട്ട് ദില്ലിയിലെ പ്രഗതി മൈതാനത്ത് എൻ്റെ ഒരാഗ്രഹമാണ് സുരേഷ് ഗോപി മുൻകൈയെടുത്ത് കേരളത്തിലെ ക്ഷേത്ര കലകളുടെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. അങ്ങനെയുണ്ട്. അതെ, അങ്ങനെയൊക്കെ ഷോക്കേസ് ചെയ്യാൻ പറ്റും. കേരളത്തിനെ വടക്ക് ആഗോളതലത്തിൽ ഷോക്കേസ് ചെയ്യുന്ന പരിപാടികൾ, അത് കേന്ദ്രത്തിന് അങ്ങനത്തെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പറ്റും. പിന്നിട്ട് അത് തുടർന്ന് പോകുന്ന വിധത്തിൽ വേണം അത് ചെയ്തു വെക്കാൻ. അതെ അതെ. ഏതായാലും SG നമ്മുടെ വീഡിയോ കാണട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ദൈവത്തെ ഓർത്ത് മരുമകന് കാശ് കൊടുത്ത് മരുമകൻ്റെ പാലെ തൂങ്ങാൻ നിൽക്കരുത്. SGയിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന അതല്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സുരേഷ് ഗോപി നടപ്പാക്കി കേന്ദ്രം കേരളത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളും കേന്ദ്രത്തിൽ വ്യാപിപ്പിക്കുന്ന, ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്ന തരത്തിലുള്ള പരിപാടികളുമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം മാറട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിന് കഴിവുള്ള ആളുടെ കയ്യിലാണ് ആ വകുപ്പ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പ്രതീക്ഷയുണ്ട് SG. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.